ഒരുവൻ തന്നെ തന്നെ കണ്ടെത്തുന്ന നാളുകളാണല്ലോ തപസ്സുകാലം. അങ്ങനെ നമ്മൾ നമ്മളെ കണ്ടെത്തുമ്പോൾ നമ്മുടെ ആകാശമൊക്കെ വിശാലമാകുന്നുണ്ട്. ക്രിസ്തു തന്നെ തന്നെ കണ്ടെത്തുവാനുള്ളൊരു ശ്രമത്തിലാണ്. ആത്മാവിനാൽ നയിക്കപ്പെട്ട് 40 ദിനരാത്രങ്ങൾ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് അവൻ മരുഭൂമിയിലായിരുന്നു എന്നാണ് വചനം പറയുക. ഈ മരുഭൂമി അനുഭവം അവൻ്റെ സാധ്യതകളെ വലുതാക്കുന്നുണ്ട്. പിശാച് അവനുമായിട്ടൊരു കച്ചവടം ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നീ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം, നിനക്ക് സ്വന്തമാക്കാം. എനിക്ക് തോന്നുന്നത് പ്രലോഭനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഒരു ലോജിക്ക് ഇത് തന്നെയാണ്. പലതും കാട്ടി മോഹിപ്പിക്കുക, പലതും കാട്ടി ഭ്രമിപ്പിക്കുക, ഒരു വാണിജ്യമുണ്ട് ഇതിൽ. എന്നാൽ ക്രിസ്തു എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ഭ്രമങ്ങളെയും വേറൊരാൾ വെച്ചു നീട്ടുന്ന അതിമോഹങ്ങളുടെ ആഡംബരങ്ങളെയും ഒഴിവാക്കുന്നത്. ചിലതിനോടൊക്കെ നോ എന്ന് പറയുവാൻ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ ശ്രേഷ്ഠനായി മാറുന്നത്. ഇന്നത്തെ വചനം നമ്മളെയും പഠിപ്പിക്കുന്നത് തന്നെയാണ്. നമ്മളിങ്ങനെ എല്ലാത്തിനോടും എസ് മൂളി എത്ര നാളായി ജീവിക്കാൻ തുടങ്ങിയിട്ട്. ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കാൻ ക്രിസ്തു കാണിക്കുന്ന ധീരത നമുക്ക് പാഠമാകേണ്ടതാണ്. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ സദാ മുഖാമുഖം അഭിമുഖീകരിക്കുന്ന ഒന്നാണ് പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് പലർക്കും പലതുമാകാം. ആദ്യ മാതാപിതാക്കൾക്കത് ഒരു തിരിച്ചറിവിൻ്റെ കനിയായിരുന്നു. പത്രോസിനത് അല്പനേരത്തെ ശരീരത്തിന് ചൂടായിരുന്നു. സാബൂണിനത് അധികാരമായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ പലപ്പോഴും പല തൃഷ്ണകളാവാം. സത്യത്തിൽ ദൂരക്കാഴ്ചകളെ മറയ്ക്കുന്നതെന്തോ അതാണ് പ്രലോഭനം എന്ന് പറഞ്ഞത്. അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി, മനഃശാസ്ത്രത്തിൽ അതിനെ നമ്മൾ ഹെഡോണിക് വെൽബീയിങ് എന്ന് പറയും. കുറച്ച് ഷോർട്ട് ടൈം പ്ലഷർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ചെറിയ സന്തോഷങ്ങൾക്ക് മുന്നിൽ വലിയ സ്വപ്നങ്ങൾ പോലും കാലിടറി വീഴാറുണ്ട്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു കോംപ്രമൈസിന് വേണ്ടിയാണ് സാത്താൻ ഈശോയെ പ്രലോഭിപ്പിക്കുന്നത്. ഈ പ്രലോഭനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈശോ എത്ര സുന്ദരമായിട്ടാണ് ഈ ഓരോ പ്രലോഭനത്തെയും പരീക്ഷണത്തെയും നേരിടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, സ്വായത്തമാക്കേണ്ട ഒന്നാണ്. മരുഭൂമി ഒരു ആന്തരികതയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയുള്ള മരുഭൂമി ഇടങ്ങൾ അനിവാര്യമാണ്. നമ്മൾ സത്യത്തിൽ കതിരാണോ പതിരാണോ എന്ന് തിരിച്ചറിയാനും, ഏതൊക്കെ കാമനകളോടും തൃഷ്ണകളോടും ആണ് ഞാൻ ചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും മരുഭൂമി അനുഭവങ്ങൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഇടം കൂടിയാണ്. യേശുവിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. സാത്താന് വേണ്ടി അല്ലെങ്കിൽ സാത്താൻ നൽകുന്ന ഒരുപാട് പ്രശസ്തിക്ക് വേണ്ടിയോ, അവൻ നൽകുന്ന ആഡംബരത്തിന് വേണ്ടിയോ, വിശപ്പെന്ന ഏറ്റവും വലിയ തൃഷ്ണയ്ക്ക് വേണ്ടിയോ ഒരു കോംപ്രമൈസ് ചെയ്യാൻ ദൈവപുത്രൻ തയ്യാറാവുന്നില്ല. നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇടറിപ്പോകുമ്പോൾ യേശു നമ്മളോട് പറയുന്നതും ഇതുതന്നെയാണ്. ജീവിതത്തിൽ വചനത്തെയും പിതാവായ ദൈവത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ ഏതു പരീക്ഷണങ്ങൾക്ക് മുന്നിൽ സധൈര്യം ഉണർന്നിരിക്കാൻ, ജാഗ്രതയോടെ പൊരുതാൻ നിനക്ക് സാധിക്കും. ഈശോയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രലോഭനങ്ങളെ നേരിട്ടത് അവൻ്റെ ദൈവിക ശക്തി കൊണ്ടൊന്നുമല്ല, പിതാവ് എപ്പോഴും കൂടെയുണ്ട് എന്ന ബലത്തിലാണ്, തിരിച്ചറിവിലാണ്. കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആര് എനിക്ക് എതിര് നിൽക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത് പോലെ ഈ തപസ്സിൻ്റെ നാളുകളിൽ കർത്താവിനോട് കൂടെയായിരിക്കുവാൻ, ചില മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ, ജീവിതത്തിലെ യഥാർത്ഥ സത്തയെ തിരിച്ചറിയാൻ, കാമനകളെ മോഹിപ്പിക്കുന്ന തലത്തിലേക്ക് ഉണർന്നു വരുന്ന പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും സമചിത്തതയോടെ നേരിടുവാൻ നമുക്ക് സാധ്യമാകുമ്പോൾ പുണ്യങ്ങൾ പൂത്തുലയുന്ന ദിനങ്ങളായിട്ട് നോമ്പ് മാറും.